എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്, നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കടയിൽ പോയിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതാ. അപ്പൊ ഈ മീൻ നമുക്ക് നല്ല കൊടംപുളിയൊക്കെ ഇട്ട് കോട്ടയം സ്റ്റൈലിൽ കറി വെക്കാം. അമ്മയാണ് കറി വെക്കുന്നത്, ഞാൻ വെക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ അമ്മമാര് വെക്കുന്ന കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാനും കുടംപുളിയിട്ട് വെക്കും. പക്ഷെ എത്ര വെച്ചാലും അമ്മ വെക്കുന്ന അത്രയും ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് തോന്നാറില്ല. അപ്പൊ അമ്മയാണ് കുടംപുളി ഇട്ട് മൺചട്ടിയിൽ കറി വെക്കാൻ പോകുന്നത്. അപ്പൊ ഞാനത് കാണിച്ചു തരാം. ഏകദേശം 1 കിലോ വരുന്ന അത്യാവശ്യം വലുപ്പമുള്ളൊരു ചൂരമീനിനെ കിട്ടിയിട്ടുണ്ട്. അച്ചാറിടാനൊക്കെ നല്ലതാണ്, നമ്മളിത് കറിയാ വെക്കുന്നത്. നമുക്കപ്പോൾ നമ്മുടെ മീൻ നല്ലപോലെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്കിനി മീൻകറി വെക്കാൻ വേണ്ടി പോവാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് പൊട്ടിച്ച്, കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാറില്ല. പല നാട്ടിലും പല സ്റ്റൈലിലല്ലേ മീൻകറി വെക്കുന്നത്. ചിലർ വാളംപുളി ഇട്ട് വെക്കും, തേങ്ങ അരച്ച് വെക്കും, അതുപോലെ കുടംപുളി ഇട്ട് വെക്കും. ചിലർ ഈ വെണ്ടയ്ക്കൊക്കെ ഇട്ട്, എൻ്റെ ഹസ്ബൻഡൊക്കെ വെണ്ടയ്ക്ക ഇട്ടിട്ട് മീൻകറി വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീൻ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് കുടംപുളി കൂടി ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ടിട്ടുള്ള മീൻ കറിയാണല്ലോ. അതിനുശേഷം നമുക്ക് കുറച്ച് കാന്താരിമുളക് ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും കാന്താരിമുളകൊന്നും ഇടാറില്ല. അമ്മ ഇവിടെ കാന്താരിമുളക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ കാന്താരിമുളക് പൊട്ടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് മാത്രം കാന്താരിമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പതുക്കെ പെറുക്കിയിട്ട് കൊടുക്കാം കറിയിലോട്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ മീനിൻ്റെ ചട്ടി, മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇളക്കാറില്ല. മീനിൻ്റെ ചട്ടി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കും. അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കുന്ന കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മീൻ ചട്ടി ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം മീൻ കറി. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ചൂടോടെ മീൻകറിയും കൂട്ടി കുറച്ച് ചോറ് കഴിക്കാം. കപ്പളങ്ങയും ക്യാരറ്റും മിക്സ് ചെയ്തിട്ട് വെച്ച തോരനുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം കേട്ടോ, ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മീൻകറിയും കൂടെ ഒഴിച്ച് ഒരു പിടുത്തം പിടിച്ച് നോക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.
എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇനി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സൈനിങ് ഓഫ് ഹൃദയ പ്രവീൺ.